നമ്മുടെ നാട്ടിൽ ഈ എന്താണ് ജെൻസികൾ ഇപ്പോൾ താർക്കുകയാണ്. അതെ. രാഷ്ട്രീയത്തിൽ പൊതുവേ വലിയ താല്പര്യം കാണിക്കാതെ എന്നൊരു വിഭാഗമായിരുന്നു ജെൻസികൾ. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. ജെൻസികളാണ് ഇപ്പോൾ നിർണായക സ്ഥാനത്ത്. കേരളത്തിൽ നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വി ഡി സതീശനെ അനുകൂലിച്ചുകൊണ്ട് പുതിയ തലമുറ ശക്തമായ രംഗത്തെത്തിയത്. ഇപ്പോൾ ദേശീയ തലത്തിലും ഇപ്പോൾ ജെൻസികൾ ഗംഭീര ഒരു സംഭവം തുടങ്ങിയിരിക്കുകയാണ്. അത് പാറ്റ പാർട്ടി അല്ലേ? കോക്രോച്ച് ജനതാ പാർട്ടി, സി ജെ പി. നമ്മളിവിടെ സി ജെ പി എന്ന് പറഞ്ഞാൽ വേറെയാണ്. കേരളത്തിൽ സി ജെ പി നേരത്തെ പ്രശസ്തമാണ് അല്ലേ? കേരളത്തിലെ ബി ജെ പിക്കാരെയാണ് കെ ജെ പി. സി ജെ പി എന്ന് പറഞ്ഞാൽ ബി ജെ പി സി പി എം സഖ്യത്തെയാണ് സി ജെ പി മറ്റേ കോലീബി പറഞ്ഞ പോലെ. അപ്പൊ എന്താണെങ്കിലും ശരി, അഭിജിത്ത് ദിപ്കെ എന്ന് പറയുന്ന ഒരു യുവ പ്രതിഭ, അയാൾ വളരെ ഉയർന്ന അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ്. വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത. അയാളുടെ നേതൃത്വത്തിലാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. പക്ഷേ ഒറ്റ 5 ദിവസം കൊണ്ട് 97 ലക്ഷം ഫോളോവേഴ്സിനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ സൃഷ്ടിച്ചത്. ഇത് ബി ജെ പി കടത്തിവെട്ടിക്കൊണ്ട്, ബി ജെ പിയുടെ സോഷ്യൽ മീഡിയയും കടത്തിവെട്ടിക്കൊണ്ടാണ് അവർ മുന്നേറുന്നത്. 87 ലക്ഷം. ഇനി ആകെപ്പാടെ ഇവരുടെ മുമ്പിൽ 5 ദിവസം കൊണ്ട് 97 ലക്ഷം ഉണ്ടാക്കിയ ഇവരുടെ മുന്നിൽ 1,32 ലക്ഷം ഉള്ള കോൺഗ്രസിന്റെ പേജ് മാത്രമാണ് ഉള്ളത്. അതിപ്പോ ഏതായാലും അടുത്ത 5 ദിവസം കൊണ്ട് അതും മറികടക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഒരു സാഹചര്യം മനസ്സിലായിരുന്നു. അപ്പം സുപ്രീം കോടതി ഇന്ന് ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശമാണ്. നമ്മുടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെല്ലാവരും കൂടെ ഈ പാറ്റകളെ പോലെ ഇറങ്ങി നടന്ന് ഈ പൊതു താല്പര്യ ഹർജികൾ കൊടുക്കുന്നു എന്ന രീതിയിൽ വിവരാവകാശ നിയമം ഉപയോഗിച്ച് ആൾക്കാരെ കഷ്ടപ്പെടുത്തുന്നു, ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് വലിയ വിവാദമായി. ഈ പാറ്റ പ്രയോഗം പാറ്റകളെ പോലെ നടക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് വിവാദമായി. ചീഫ് ജസ്റ്റിസ് പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെ കളിയാക്കി പറഞ്ഞാലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതായത് തൊഴിലില്ലാതെ ഇങ്ങനെ ചുമ്മാതെ അലസമായിട്ട് മൊബൈലിൽ നോക്കിയിരിക്കുന്ന ആൾക്കാരെയൊക്കെയാണ് പുള്ളി ഉദ്ദേശം എന്നാന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞത്. എന്താണെങ്കിലും ഇതൊരു ആക്ഷേപഹാസ്യ പാർട്ടിയാണ്. ഈ മഹുവ മൊയ്ത്രയും പിന്നെ കീർത്തി ആസാദും ഒക്കെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പം ഇത് ആക്ഷേപഹാസ്യ പാർട്ടിയാണെങ്കിലും ഇത്രയും അംഗങ്ങളെ കിട്ടി ഇത് ഗൗരവത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കവും ഇതിനകത്തുണ്ടാകും. ആം ആദ്മി പാർട്ടി തുടങ്ങിയപ്പോഴേ അതാണ്ട് ഇതുപോലെയൊക്കെയാണ് ചൂല് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കളിയാക്കുമായിരുന്നു. അല്ല, ഇത് ഇയാൾ ഈ അഭിജിത്ത് ദിപ്കെ എന്ന് പറയുന്ന ആള് ആം ആദ്മി പാർട്ടിയുടെ ഇത് കൺട്രോൾ ചെയ്തിരുന്ന ആളാണ്. അത് സോഷ്യൽ മീഡിയ പേജ് കൺട്രോൾ ചെയ്തിരുന്ന ആളാണ്. ഐ ആം ഓൾവേസ് ആൻ ആം ആദ്മി എന്ന് അയാളുടെ ഇതിലുണ്ടെന്ന് പറയും. എന്താ അയാളുടെ പേജ് കെജ്രിവാളൊന്നും ഈ പാർട്ടി ചേരുമെന്ന് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നുണ്ട്. കെജ്രിവാളാണ് ഈ പാർട്ടിക്ക് പിന്നിലെന്നും പറയുന്നുണ്ട്. കാരണം കെജ്രിവാൾ ഇപ്പോൾ ആകെപ്പാടെ ബുദ്ധിമുട്ടി നിൽക്കുക. എന്താ, ഒന്ന് അയാളെ 7 രാജ്യസഭാ എം പിമാര് ചേർന്നു. പിന്നെ പഞ്ചാബിൽ ഇലക്ഷൻ വരാൻ പോകുന്ന ഡൽഹിയിലെ ഭരണം പോയി, ജയിലിൽ പോയി. കുറ്റവിമുക്തനായെങ്കിൽ പോലും വീണ്ടും ഇയാളെ പിടിച്ചകത്തിടാനുള്ള നീക്കവുമായിട്ട് സർക്കാർ നടക്കുന്നു. അങ്ങനെ ഇരിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പൊ ഈ സി ജെ പി വന്നിരിക്കുന്നത്, കോക്രോച്ച് ജനതാ പാർട്ടി. അറിയാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കൂടെ വളരെ വിദഗ്ധന്മാരായ ഒരു സംഘമുണ്ട്. നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറം അവർ പലതും കാണും. ഒരുപക്ഷെ അവരുടെ ഈ ആം ആദ്മി പാർട്ടിയുടെ വിജയത്തിന് പിന്നിൽ പോലും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അന്ന് അവർ നടത്തിയിരുന്നിരിക്കുക. സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഉള്ള ഒരു സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടി. നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രധാന പ്രതിസന്ധി ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അത് ഈ ഇതുപോലുള്ള കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അറിയാം, ആ പൾസ് എന്താണെന്നുള്ളത് അറിയാം. അതനുസരിച്ചാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത്. ഇപ്പം പറഞ്ഞതുപോലെ ഒരു പക്ഷേ കെജ്രിവാൾ സംഘം തന്നെയാണോ ഇതിൻ്റെ പിന്നിൽ നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടി വരും. അത് ഇയാൾ ആം ആദ്മിക്ക് മുന്നല്ല, ഇയാൾ ആം ആദ്മിക്കാരനായതുകൊണ്ടാണ് സംശയിക്കുന്നത്. കാരണം ഈ അഭിജിത്ത് ദിപ്കെ എന്ന് പറയുന്ന ആള് അവരുടെ സോഷ്യൽ മീഡിയ പേജ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾക്കറിയാം സോഷ്യൽ മീഡിയയുടെ രസക്കൂട്ടുകൾ അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ 5 ദിവസം കൊണ്ട് ഇത് 97 ലക്ഷം ഫോളോവേഴ്സിൽ വന്നത്. ഈ പേര് തന്നെ ഒരു വിചിത്രമായ പേരല്ലേ, കോക്രോച്ച് ജനതാ പാർട്ടി. അതിന് കാരണഭൂതനായത് മറ്റേ സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്താണ്. അദ്ദേഹത്തിന്റെ പാറ്റാ പ്രയോഗം കോക്രോച്ച് പ്രയോഗത്തിലാണ് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്. എന്താണെങ്കിലും ഈ സംഭവം, ഈ കോക്രോച്ച് പാർട്ടി ഇത് എങ്ങോട്ട് പോകുന്നു, എന്ത് സംഭവിക്കുമെന്ന് വല്ല ചിന്തയുണ്ടോ ഇതിനകത്ത്? അത് വളരെ വിചിത്രമാണ്. ഇപ്പൊ നമ്മുടെ തമിഴ്നാട്ടിൽ ചോ രാമസ്വാമി അദ്ദേഹത്തിന് തുഗ്ലക്ക് എന്ന ഒരു മാസികയും അതുപോലെ അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ വിചിത്രമാണ്. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇവർ ഇറങ്ങും. പണ്ട് ഇവരെയൊക്കെ തമാശ കഥാപാത്രങ്ങളായിട്ടാണ് പലരും കാണുമായിരുന്നു, ചോ രാമസ്വാമിയൊക്കെ. പക്ഷെ പിന്നെ അദ്ദേഹം ശരിക്കും ബുദ്ധിജീവിയ മനുഷ്യനാണ്, സിനിമ നടനാണ്, അദ്ദേഹം എല്ലാമാണ്. പക്ഷേ മുട്ട ഒക്കെ അടിച്ച ഒരാളാണ്. അപ്പം പക്ഷേ അദ്ദേഹത്തിനും അനുയായികളെന്നോടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ ജെൻസികൾ ഇറങ്ങി ഇത്തരത്തിലുള്ള പുതിയ പ്രസംഗങ്ങൾ കൊണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് ആളിനെ കൂട്ടാൻ കഴിയുമെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം കേരളത്തിൽ വി ഡി സതീശൻ്റെ ഒരു അനിതര സാധാരണമായ വിജയത്തിന് പിന്നിൽ ജെൻസികളുണ്ട്. ജെന്നിസഡ് എന്നാണ് പറയുന്നത് നമ്മൾ, ജെൻസിസ്. അതെന്താണെന്ന് ചോദിച്ചാൽ
അദ്ദേഹത്തിനോട് ആദ്യമേ ചോദിച്ച ഒരു ചോദ്യം, അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രിയായി വരുമ്പോൾ ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചു ഈ വാഹന മോഡിഫിക്കേഷന്റെ നിയമ ഭേദഗതി വരുത്തുമോ എന്നുള്ളതാണല്ലോ. അപ്പോൾ അദ്ദേഹം എന്നുള്ള രീതിയിൽ ഒരു ആംഗ്യം കാണിച്ചു, ഒരു മുഖം വെച്ച് അദ്ദേഹം ഒരു ഗോഷ്ഠി കാണിച്ചു. ആ ഗോഷ്ഠി ഇവിടെ വൈറലായിട്ട് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന സംഭവം അതാണ്. അത് ചോദിച്ചത് ഒരു ജെൻസിയാണ്. കാരണം ആ ജെൻസികൾക്ക് അദ്ദേഹം കൊടുത്ത ഏറ്റവും നല്ല വാഗ്ദാനമാണ്. സത്യത്തിൽ ഈ സതീശന്റെ ആ പൊളിറ്റിക്കലി ഉള്ള ആ ഒരു ബുദ്ധി ഉണ്ടല്ലോ, നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അല്ല, നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു പ്രശ്നം, ഇവർ ഇപ്പോഴും കൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അതിൽ നിന്ന് മാറി ഇനി അങ്ങോട്ട് ഈ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഘമാണ് അവർ അഡ്രസ് ചെയ്തേ പറ്റൂ. ബാക്കിയുള്ളവർ മുഴുവൻ തലമുറ തീർന്നുകൊണ്ടിരിക്കുക. അതാണ് നിങ്ങൾ വാഹനത്തിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറഞ്ഞു. മോഡിഫിക്കേഷൻ വാഹനത്തിൽ പല രീതിയിൽ വരുത്തായി. ബൈക്കിലൊക്കെ കാതടപ്പിക്കുന്ന സൗണ്ട് സിസ്റ്റം വരാം. ഈ പറയുന്ന മിറർ ഒന്നും ഇല്ലാതെ ഇവർ ഓടിച്ചു കളയും. കാറയിലാണെങ്കിലും തല വെളിയിലിട്ടും കൈയും കാലും വെളിയിലിട്ടും എടുത്തി അടിയൊക്കെ പോകുന്ന പരിപാടിയാണ്. കാർ മുഴുവൻ എക്സ്ട്രാ ഫിറ്റിംഗ് വെക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങൾ അത് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുക, അല്ലെ നിയമ ഭേദഗതി വരുത്താവുന്ന പുള്ളി ഒരു വാഗ്ദാനം ചെയ്തു. ഇത് നടക്കാനൊന്നും പോകുന്നില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ഇനി നമ്മൾ അതിനകത്ത് കൗതുകത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇത് എങ്ങനെ നടപ്പാക്കും. ഇപ്പൊ ഈ സൗജന്യ യാത്രയുടെ കാര്യം പറഞ്ഞു, ഇതിനും ചില കണ്ടീഷൻസ് വയ്ക്കുമായിരിക്കും. അതെ, അതല്ലെങ്കിൽ ഈ ഏജൻസികളല്ല ആരാണെങ്കിലും ഇതിന് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തും ചെയ്യും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയോ, സതീശനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എതിർകക്ഷിക്കാരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ സ്ഥാപിത താല്പര്യം എന്തെങ്കിലും പറഞ്ഞാൽ ഈ ജെൻസികൾ കയറി ഇടപെടും. അവർ പുക്കിയാണ് ഇപ്പോൾ, അവരുടെ പുക്കിയാണ് ഇപ്പോൾ സതീശൻ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ജെൻസി കലാപങ്ങളുണ്ടല്ലോ, എല്ലായിടത്തും ഇപ്പൊ ജെൻസി കലാപങ്ങളാണല്ലോ നടക്കുന്നത്. നേപ്പാളിലെ പ്രധാനമന്ത്രി പോലും ജെൻസി കലാപത്തിൽ കൂടെ വന്ന ആളാണ്. അതെ, ജെൻസികൾ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഈ CJP വരുമ്പോൾ, കാരണം യുവജനങ്ങളാണ് ഒരു നാടിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. യുവജനങ്ങൾ ഒന്നിച്ച് വോട്ടിറങ്ങി അവർ പരമ്പരാഗത വോട്ടർമാരെ കവച്ചു വെച്ചുകൊണ്ട് വോട്ട് ചെയ്തുകൊണ്ടാണ് ഈ വിജയം ഓരോരുത്തരത്തേക്കും മാറുന്നത്. തമിഴ്നാട്ടിലെ നടൻ വിജയം തന്നെ ജനസികളാണ് അതിന്റെ പിന്നില്, അവരൊക്കെ ഇറങ്ങി. ഈ വിജയുടെ വിജയം എന്ന് പറയുന്നത് ശരിക്കും ആം ആദ്മിയുടെ കാർബൺ കോപ്പി പോലാണ് വന്നത്, അല്ലേ? വളരെ പെട്ടെന്ന് ഒരു പാർട്ടി വരുന്നു, ഉടനെ തന്നെ ഇലക്ഷൻ മത്സരിക്കും, അപ്പൊ തന്നെ ഭരണത്തിൽ. നമ്മളാ സർവേ നടന്നപ്പോഴത്തേക്കും സർവേയിൽ ഇവർ ഭരിക്കാൻ വരുന്നത് നമ്മളെല്ലാവരും പരിഹസിച്ചിരിച്ചാണ്. നമ്മുടെ ചർച്ചകളിലൊക്കെ പറഞ്ഞു ഇത് തെറ്റിപ്പോയതാണ് അവർക്ക്. കാരണം അവരെല്ലാം ഭംഗിയായി സർവേ നടത്തുന്ന ഈ പ്രസ്താവന എന്തുകൊണ്ട് തമിഴ്നാട് ഇത്രയും പൊട്ടത്തനം കാണിച്ചു എന്ന് വെച്ചു. അത് കറക്റ്റ് ആയിരുന്നു. ആക്സിസ് ഇന്ത്യയുടെ അല്ല, അതെ, അവരുടെ സർവേ. എന്താണെങ്കിലും ശരി, ഈ കോക്രോച്ച് പാർട്ടി എന്താണ് ഇന്ത്യയിൽ നടത്താൻ പോകുന്നത് എന്നുള്ളത്, ഇത് ഗൗരവകരമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറും. ഇവർ മിക്കവാറും ചിഹ്നമായിട്ട് പാറ്റയെ ചോദിക്കും. പാറ്റ എന്താണ്? പാറ്റ നമ്മുടെ വീടുകളിലെല്ലാം ഉള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്. അതാണ് ഈ ജനസികൾ. ഈ ചൂലാണ് ആം ആദ്മിയുടെ ചിഹ്നം. ചൂലിനെ നമ്മൾ പ്രതി മലയാളികൾ ഒരു അശ്രീകാരം, നമ്മൾ ചൂല് നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ പോലും ചൂലെടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള കാര്യമായിട്ടല്ല പലപ്പോഴും കണ്ടിരുന്നത്. പക്ഷേ അതിനെ അവർ പോസിറ്റീവാക്കി എടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പാറ്റ നമുക്കൊരു ശല്യമാണ്. പാറ്റ പിടികൂടാനുള്ള പാറ്റ ഗുളിയൊക്കെ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കും. അതിന് പകരം പാറ്റ ഇങ്ങോട്ട് നമ്മൾ ആനയിക്കുകയാണ്. ഇതൊരു ജൻസികളുടെ അവരുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ, നമ്മൾ വളരെ വിചിത്രമാണ്. ഇപ്പം എൻ്റെ മോളൊക്കെ ഉൾപ്പെടുന്ന തലമുറ തന്നെ നമ്മുടെ ഇഷ്ടങ്ങളല്ല അവരുടെ ഇഷ്ടങ്ങൾ. അവർ വേറെ ലോകത്ത് ജീവിക്കുന്നവരാണ്, അവരുടെ ഇഷ്ടങ്ങൾ വേറെയാണ്. നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇവരുടെ ഇഷ്ടം എന്താണ്, അനിഷ്ടം എന്താണെന്നുള്ളത്. അതാണ്. എന്താണെങ്കിലും എന്താണ് കോക്രോച്ച് പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലേ? അത് മാത്രമല്ല, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജൻസികളുണ്ട്. അവരിതിനോട് അങ്ങനെ പ്രതികരിക്കുന്നതാണ് നോക്കണം. അവരോട് ഇവന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടി വരും. അത് ഉടനെ ഉണ്ടാവും. ഈ 97 ലക്ഷം പേര് വന്നേക്കുന്നതിനകത്ത് ഇവിടുന്ന് എത്ര ലക്ഷം പേരുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെയുണ്ട്. അല്ല, മാത്രമല്ല വിശാഖൻ, നമ്മൾ ഇലക്ഷൻ സർവേക്ക് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു ക്വസ്റ്റ്യനർ കൊടുത്തല്ലോ, അതിൽ ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളതുണ്ടായിരുന്നതിൽ ഈ ജൻസികൾ അത്രയും ഭൂരിപക്ഷം പേരും പിന്നെ ആർക്കും ഇല്ലാന്ന് ഇട്ടു. അതെ, അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടെ. നമ്മൾ നോട്ടായുടെ വരെ ഫലം പ്രഖ്യാപിച്ചു. അതെ, കാരണം നമുക്ക് നോട്ട എത്രണ്ണം കിട്ടി, വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെന്ന് എഴുതി എത്രയോ ആൾക്കാരുണ്ട്. അതൊക്കെയാണ് ഇതിനകത്തെ ഒരു കാര്യം. അപ്പോൾ ഈ ജെൻസി വിപ്ലവം നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇന്നത്തെ രാജ്യത്ത് വിപ്ലവം തോക്കിൻകുഴലിൽ കൂടെ അല്ല ഇന്നത്തെ കാലത്ത് വരുന്നത്, വിപ്ലവം സോഷ്യൽ മീഡിയ വഴിയാണ് വരുന്നത്. അതെ, മൊബൈൽ വഴിയും കമ്പ്യൂട്ടർ വഴിയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇനിയെങ്കിലും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. നിങ്ങൾ പുതിയ തലമുറ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങളുടെ കൈവശം ഉണ്ടോ? ഇല്ലെങ്കിൽ ജനസികൾ നിങ്ങളെ ചവിട്ടി പുറത്തു, എന്നിട്ട് അവർ ഇതുപോലെ ആരെങ്കിലും കൊണ്ടുവരും.
അതാണ് സംഭവിക്കാൻ കോക്രോച്ചും എന്തായാലും നമ്മുടെ പാറ്റയെ തൂത്തുവാരി വെളിയിൽ കളയുമോ അതോ പാറ്റ വീണ്ടും പടർന്ന് പന്തലിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വീട്ടിൽ പാറ്റയെ കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പാറ്റയെ അടിച്ചോടിക്കരുത്. കാരണം ഇതൊരു വലിയ ഭാവിയിൽ വലിയൊരു സൂചകമായി തന്നെ മാറുമോ, പാറ്റയെ ആദരിക്കുന്ന ഒരു കാലം നാളെ നമ്മുടെ നാട്ടിൽ വരുമോ എന്ന് സ്വാഭാവികമായും നമ്മളിത് കാണുമ്പോൾ സംശയിക്കേണ്ടി വരും.